السلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ബഹുമാനാദരവുള്ള സാദാത്തുക്കളെ, വന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, പ്രൗഢമായ ഈ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനം ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായി നീണ്ട 10 വർഷങ്ങൾക്ക് മുമ്പ് അഫിലിയേഷൻ നൽകപ്പെട്ട ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന 32 യുവ പണ്ഡിതന്മാർക്ക് സനദ് നൽകപ്പെടുന്ന സമാപന സമ്മേളനമാണ് ഇന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത്. അതിൻ്റെ മുന്നോടിയായി സ്ഥാനവസ്ത്രമാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തത്. സ്ഥാനവസ്ത്രത്തിൻ്റെ ബാഗും കയ്യിൽ പിടിച്ചിരിക്കുന്ന യുവ പണ്ഡിതന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കൈവശമുള്ള ഈ വസ്ത്രം ലക്ഷങ്ങൾ ചെലവഴിച്ചാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ, കൈവശപ്പെടുത്താൻ സാധിക്കുകയില്ല. ലക്ഷങ്ങളുടെ ആസ്തിയുള്ള ഒരാൾക്ക് ടെക്സ്റ്റൈൽസിൽ ചെന്ന് വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങി അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അത് തയ്ച്ചെടുത്ത് അവന് ധരിക്കാൻ സാധിക്കുമെങ്കിലും സനദ് വസ്ത്രം എന്ന ഈ പേരിൽ നൽകപ്പെടുന്ന വസ്ത്രത്തിന് അതിനേക്കാൾ ഏറെ എത്രയോ അധികം ഇരട്ടി മഹത്വങ്ങളും സ്ഥാനങ്ങളുമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നീണ്ട 10 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സനദ് വാങ്ങാൻ സാധിച്ചത്. ഇതൊരു കുടുംബ സംഗമമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ാം വാർഷിക മഹാസമ്മേളനത്തിലും ഇതുപോലുള്ളൊരു കുടുംബ സംഗമത്തിൽ ഈ ഉള്ളവന് വിഷയം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന സമയം പരിമിതമായതിൻ്റെ പേരിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എൻ്റെ മുന്നിലിരിക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് സനദ് വാങ്ങുന്ന 32 പണ്ഡിതന്മാരും അവരുടെ രക്ഷിതാക്കൾ, ഉമ്മമാരും ഉപ്പമാരും, അതേപോലെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന താഴെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളിൽപ്പെട്ട ഏതാനും ചില ആളുകളും ഒക്കെയാണ് ഇവിടെയുള്ളത്. ദാറുൽ ഹുദ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ ഒരു സ്വത്താണ്. നീണ്ട 40 വർഷങ്ങൾക്ക് മുമ്പ് ദീർഘവീക്ഷണമുള്ള ഉലമാഇൻ്റെയും ഉമറാഇൻ്റെയും ചിന്തയിൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു ആശയം വിട്ടുകൊടുത്തതിൻ്റെ പേരിലാണ് ഹുദവി എന്ന സ്ഥാനപ്പേര് എന്ന ബിരുദം നേടി ലോകത്തിൻ്റെ നാനാദിക്കുമൂലകളിൽ ആ നാട്ടിൻ്റെ, രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ഭാഷ ഏതോ ആ ഭാഷ സ്വായത്തമാക്കി അവർക്കിടയിൽ ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്റർനെറ്റിൻ്റെയും ടെക്നോളജിയുടെയും യുഗത്തിൽ മനുഷ്യർക്ക് ആവശ്യമായ ഭാഷയിൽ വേണ്ടപ്പെട്ട ദീനീ വിജ്ഞാനം നൽകാൻ കേൾപ്പിച്ച പണ്ഡിതന്മാരെ വാർത്തെടുത്ത് പൊതുസമൂഹത്തിന് ദീനീ ദഅവത്തിലേക്ക് ഇറക്കിവിടുക എന്നതാണ് ഇതുകൊണ്ട് നാം ലക്ഷ്യീകരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ലോകത്ത് നടക്കുന്ന പല സംഭവത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. തികഞ്ഞ ദീനീ ബോധത്തുണ്ടെങ്കിൽ, ദീനീപരമായ വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ലോകത്ത് നടക്കുന്ന അരാജകത്വത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമാകൂ എന്ന തിരിച്ചറിവിലൂടെയാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും മുടക്കി ഇത്തരമൊരു സംവിധാനം ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾ തിരഞ്ഞെടുക്കുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ
എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരുപാട് റോളുകളുണ്ട്. ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. നിങ്ങൾക്കാണ് ഇതിൻ്റെ ഉപകാരം ലഭിക്കുന്നത്. ഈ കുട്ടികളൊക്കെ 10, 12, 11 വയസ്സ് പ്രായമുള്ള നേരത്ത് കയ്യും പിടിച്ച് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാക്കുമ്പോൾ അവരെ ചുമരിന്മേൽ നിർത്തിയിട്ടൊരു വര വരച്ചാൽ വളരെ താഴ്ന്ന അവസ്ഥയിലുള്ള അകലത്തിലുള്ളൊരു വരയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 10 വർഷത്തിൻ്റെ ശേഷം ഈ സന്നദ്ധമാകുന്ന മക്കളെ അതേ ചുമരിൽ നിർത്തി ഒന്ന് വരച്ചാൽ മുമ്പുള്ള വരയേക്കാൾ എത്രയോ ഉയർന്നു പൊങ്ങിയൊരു വരയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അന്ന് അവരെ തൂക്കി നോക്കിയാൽ ഉണ്ടായിരുന്ന ഭാരത്തേക്കാൾ എത്രയോ അധികമാണ് ഇന്നത്തെ ഭാരം. അതൊക്കെ ഭൗതികമായ സൗകര്യത്തിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് എന്നെങ്കിൽ ആത്മീയമായി അവർ പഠിച്ച പഠനത്തിന്റെ അളവിനെ കുറിച്ചാണ് കാര്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ പഠിച്ച കിതാബുകൾ, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയ പുസ്തകങ്ങൾ മാറ്റിവെക്കാം. അവർ ദീനിയായി പഠിച്ച കിതാബുകൾ, ദീനിയായി അവർ പഠിക്കാൻ ഉപയോഗപ്പെടുത്തിയ കിതാബുകൾ, ആ കിതാബുകളെ അവരെ നിർത്തിയിട്ട് ഇങ്ങനെ അട്ടി മേലോട്ട് വെച്ചാൽ അവരെക്കാൾ ഉയരത്തിൽ പൊങ്ങാൻ മാത്രമുള്ള, ഉയർന്നു നിൽക്കാൻ മാത്രമുള്ള കിതാബുകൾ ഈ മക്കൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ വർഷവും 2ഉം 3ഉം തവണയുള്ള പരീക്ഷ നടത്തുകയും ആ പരീക്ഷയിലൊക്കെ പ്രമോഷന് പറ്റുന്ന രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് താഴെ ക്ലാസ്സിൽ നിന്നും മുകൾ ക്ലാസ്സുകളിലേക്കെത്തി അൽഹംദുലില്ലാഹ് ഇവിടുത്തെ 10 വർഷത്തെ ഡിഗ്രി കോഴ്സും പൂർത്തീകരിച്ച് ഇതിന്റെ കേന്ദ്ര സ്ഥാപനമായ തിരൂരങ്ങാടി താലൂക്കിലെ ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ക്യാമ്പസിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നത്. 2 വർഷത്തെ BE പഠനമാണ് അവിടെ ബാക്കിയുള്ളത്. 1 വർഷം ഇവിടെ തീരാറായി. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഹുദവി ബിരുദം എടുത്തി, അവിടെ നിന്നും ഹുദവി ബിരുദം വാങ്ങി അവർ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുന്നത് കാണാൻ നാം ഒക്കെ 1000 ആഗ്രഹത്തോട് കൂടെ കാത്തിരിക്കുന്നവരാണ്. അല്ലാഹു തആല അത് സാധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. മക്കൾ അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഈ മക്കൾ എന്ന അനുഗ്രഹത്തെ നേരാവണ്ണം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അനുഗ്രഹമാകുന്നത്. അല്ലാതിരുന്നാൽ അതിനേക്കാളും വലിയൊരു ശാപവും നിഗ്രഹവും വേറെയില്ല. ചില മക്കളെ കൊണ്ടൊക്കെ ഉമ്മമാർ ഉപ്പമാർ കഷ്ടപ്പെടുന്നതും കണ്ണീരും കയ്യുമായി കഴിഞ്ഞു കൂടേണ്ടി വരുന്നതുമായ ഗുരുതരമായ അവസ്ഥ പലപ്പോഴും നമുക്കൊക്കെ മാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നൊരു വസ്തുതയാണ്. കള്ളിന്റെയും കഞ്ചാവിന്റെയും തോന്നിവാസങ്ങളുടെയും പിന്നാലെ പോയി ഈ ഉമ്മത്തിനെ തന്നെ പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും കാട്ടിക്കുട്ടലുകളുമാണ് അവരിൽ നിന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു തആലയുടെ കലാമായ വിശുദ്ധ ഖുർആൻ, അല്ലാഹു തആലയുടെ വഹയി മുഖേന ലഭിക്കുന്ന ദീനിയായ മറ്റ് ഇൽമുകൾ, ആ ഇൽമുകൾ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്നവരായി ഇവർ മാറിയെങ്കിൽ, ആ ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകിയെങ്കിൽ, ഈ പഠനത്തിൽ തന്നെ അടിയുറച്ച് നിലനിന്ന് മുന്നോട്ട് നീങ്ങാൻ അവർ തയ്യാറാകുന്ന ഒരവസ്ഥയിൽ അല്ലാഹു നമുക്ക് നൽകിയെങ്കിൽ, അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഇടതടവില്ലാത്ത ദുആ ഈ മക്കൾക്ക് വേണ്ടി ഇനിയും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഉമ്മമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്, അവരുടെ ഉപ്പമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പഠനം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ ത്യാഗമാണ്, വലിയ അധ്വാനമാണ്. വളരെ കഠിനാധ്വാനത്തിലൂടെ അല്ലാതെ നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. 1ാം ക്ലാസ്സിൽ ചേരുന്ന മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും 5ാം ക്ലാസ് പഠിച്ച് പൂർത്തീകരിച്ചതിന്റെ ശേഷം നമ്മുടെ ഇന്റർവ്യൂവിൽ വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സാഹസികമാണ്. 5000ഉം 5500ഉം ഒക്കെ കുട്ടികളാണ് ഓരോ വർഷവും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അതിൽ 800ഓ 900ഓ ഒക്കെ കുട്ടികൾക്ക് മാത്രമേ ഇവിടെ അഡ്മിഷൻ നൽകപ്പെടാറുള്ളൂ. ദാറുൽ ഇതിന്റെ സഹസ്ഥാപനങ്ങളിലുമായി 5ൽ 1 എന്ന രൂപത്തിലുള്ള ഒരു അഡ്മിഷൻ മാത്രമേ നമുക്ക് നൽകാൻ അവസരം ലഭിക്കാറുള്ളൂ. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിലാണ് ഈ മക്കൾക്ക് ഇവിടെ പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. അങ്ങനെ സിലബസ് പ്രകാരമുള്ള ആദ്യ ക്ലാസ്സിൽ അവരെത്തിയാൽ അവിടെ തന്നെ 14 16 വിഷയങ്ങൾ
അവർക്ക് പഠിക്കാനുണ്ട്. രാവിലെ 7:40 ആരംഭിച്ച് വൈകുന്നേരം 4:10 വരെയുള്ള 4:10 വരെയുള്ള 9 പീരീഡുകളിലായി നിരവധി വിഷയങ്ങളാണ് അവർ പഠിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 3/4 മണിക്കൂർ ഒരു ഉസ്താദ് ക്ലാസ് എടുക്കുന്നതോട് കൂടെ തന്നെ ആ വിഷയം ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും സാമർഥ്യവും കഴിവുമുള്ള മക്കളെ നോക്കിയാണ് നാം ഇവിടെ അഡ്മിഷൻ നൽകുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, ഇതിനു വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും സഹായങ്ങൾ നൽകുന്നവര്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവര് ആ മാനദണ്ഡമൊന്നും പരിഗണിക്കാറില്ല. അത്തരം ആളുകളുടെ മക്കളെയോ അവരുടെ പേരക്കുട്ടികളെയോ അവരുമായി ബന്ധപ്പെട്ട മക്കളെയോ ചേർക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരമല്ലാതെ സാധ്യമല്ല. കാരണം എങ്ങനെയെങ്കിലും ഇവിടെ അഡ്മിഷൻ നൽകപ്പെട്ടാൽ ഈ കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള 9 പീരീഡുകളിലായി നൽകപ്പെടുന്ന വിഷയങ്ങൾ ആ പീരീഡിൽ ഉസ്താദ് ക്ലാസ് എടുക്കുന്നതോട് കൂടെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആ വിഷയത്തിൽ ചോദ്യങ്ങൾ വന്നാൽ കൃത്യമായി മറുപടി നൽകാനും മാത്രം തൻ്റെ ഇടവും വിവരവുമുള്ള സാമർഥ്യവുമുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള കുട്ടികൾക്കാണ് നാം അഡ്മിഷൻ നൽകുന്നത്. അങ്ങനെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ അതിനേക്കാളേറെ വലുതാണ്. ഓടിച്ചാടി നമ്മോടൊപ്പം വീട്ടിൽ കഴിഞ്ഞുകൂടിയിരുന്ന മക്കള്, 11, 11, 12 വയസ്സുള്ള മക്കള്, അവരാണ് നമ്മിൽ നിന്ന് വേർപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്തത്. എൻ്റെ ഉമ്മമാരെ, ഈ മക്കളുടെ ആദ്യകാല പഠന സമയങ്ങളിലൊക്കെ ഇവർക്കുണ്ടായിരുന്ന ആ വിരഹ ദുഃഖം കാരണത്താൽ നിങ്ങളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമെന്നത് ശരിയാണ്. മാസാന്ത ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരം പ്രത്യേകിച്ച് മക്കൾ ഇങ്ങോട്ട് പോരാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കാരണം വീട്ടിലായാൽ ഫോൺ ഇഷ്ടം പോലെ യഥേഷ്ടം ഉപയോഗപ്പെടുത്താം, അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ കഴിക്കാം, സ്വതന്ത്രമായി അവിടെ കഴിഞ്ഞുകൂടാം. ആ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ 50, 55, 100, 100-ലേറെയോ ഒക്കെ കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാണ് അവർ ചേർക്കപ്പെടുന്നത്. ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അവർക്ക് കഴിഞ്ഞുകൂടാം. ഇവിടെ അവരുടേതായ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അവരുടേതായ കളിയും ചിരിയും തമാശകളും ഒക്കെയായി കഴിഞ്ഞുകൂടാൻ അവസരമുണ്ട്. അവർക്ക് ഉറങ്ങാനും ഉണരാനും അവർക്ക് കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ യഥേഷ്ടം ഇവിടെ ഏർപ്പാട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവരാന്റെ സ്വന്തം മാതാപിതാക്കളോട് കൂടെ, അവരാന്റെ വീട്ടിലുള്ള മക്കളോട് കൂടെ, ജ്യേഷ്ഠ സഹോദരന്മാരോട് കൂടെ, അനുജന്മാരോട് കൂടെ, അനുജത്തിമാരോട് കൂടെ കഴിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസവും ഉല്ലാസവും സ്വാതന്ത്ര്യവും അത് വേറെ തന്നെയാണല്ലോ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ വീട്ടിന്റെ തൊട്ട് സമീപത്ത് മദ്രസകളുണ്ട്, സ്കൂളുകളുണ്ട്. ഈ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതുമുണ്ട്. അതൊന്നും അതിലേക്കൊന്നും ചേർക്കാതെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് ചേർക്കാൻ നാം കൊണ്ടുവന്നത്. എന്തേ? മതഭൗതിക സമന്വയ സ്ഥാപനമാണ് ഇത്. നമ്മുടെ മക്കൾ പഠിക്കണം, പഠിച്ചു വലുതാകണം, ഭൗതിക ലോകത്തും സുഖകരമായി കഴിഞ്ഞുകൂടാൻ അവർക്ക് സാധിക്കണം, നാളെ പാരത്രിക ലോകത്തും അവർക്ക് വിജയിക്കാൻ സാധിക്കണം. നാം ഒക്കെ മുസ്ലിങ്ങളാ, മഹ്ശറയുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാം, പരലോക ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാം, ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ ജീവിതം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, കടൽ തീരത്ത് ചെന്നിരുന്ന് നിങ്ങളുടെ ചൂണ്ടുവിരൽ കടൽ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ച് ആ ചൂണ്ടുവിരൽ അവിടെ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ ആ കടൽ വെള്ളത്തിൽ നിന്നും ചൂണ്ടുവിരൽ പറ്റിപ്പിടിച്ച വെള്ളത്തിന്റെ അളവ് എത്രയാണോ അത്ര മാത്രമാണ് ഇഹലോക ജീവിതത്തിന്റെ അളവ്. 60, 65, 70, 90, 100, 110 വർഷക്കാലം ഇഹലോകത്ത് ജീവിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നുവെങ്കിൽ കടൽ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ച് ഉയർത്തി വെക്കുമ്പോൾ ആ ചൂണ്ടുവിരൽ പറ്റിപ്പിടിച്ച വെള്ളത്തിന് അത്രമേ ഉള്ളൂ. ഇനി ആ കടലിൽ അളന്നിട്ടുട്ടപ്പെടുത്താൻ കഴിയാത്ത ബാക്കി വെള്ളം എത്രയാണോ അതുപോലെയാണ് മരണശേഷമുള്ള അനന്തമായ അനശ്വരമായ പാരത്രിക ജീവിതമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ എൻ്റെ മകൻ ദീനിയായി ഇവിടെ കഴിയണം, അവൻ ജീവിക്കണം, എന്നിട്ട് ഈമാൻ സലാമത്തിലായി അവൻ ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണം എന്ന് നിർബന്ധമുള്ളവരായത് കൊണ്ടാണ് ഈ ത്യാഗങ്ങൾ സഹിച്ച് നാം ഇവിടെ ചേർക്കാൻ തയ്യാറായത്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളോട്, സമയം പരിമിതമായത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സ്വത്താണ്. ഭീമമായ സംഖ്യയാണ് ഇതിന് ഓരോ മാസവും ചെലവ് നടത്തേണ്ടി വരുന്നത്, ചെലവഴിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ സ്വന്തമായ സഹായത്തിനപ്പുറം ഈ മേഖലയിൽ സഹായിക്കാൻ തയ്യാറുള്ള ഒരുപാട് അഭ്യുദയകാംക്ഷികളുണ്ട്, ഒരുപാട് പരോപകാര പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന മനസ്ഥിതിയുമായി ജീവിക്കുന്നവരുണ്ട്. അത്തരം
ആളുകളിലേക്ക് ഈ സ്ഥാപനത്തിന്റെ സന്ദേശം കൈമാറാൻ നമുക്ക് കഴിയണം. കൊടുവള്ളിയിലുള്ള ഈ KMO ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന സംവിധാനം, ഈ സംവിധാനത്തിൽ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥകൾ അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അകമഴിഞ്ഞ ആയിരങ്ങളും പതിനായിരങ്ങളും സംഭാവന നൽകാൻ തയ്യാറുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ ഉമ്മത്തിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ദാറുൽഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ ആസാമിലും ബംഗാളിലുമൊക്കെ നിരവധി കുട്ടികളെ ചേർത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളാണ് അവിടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേപോലുള്ള വേദികളിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി ദീനെന്തെന്നറിയാത്ത അത്തരം നാടുകളിൽ ഈ സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ ആ പാമര ജനങ്ങൾക്ക് ദീൻ പഠിക്കാനുള്ള അവസരം ലഭിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ച് അവിടങ്ങളിൽ കോടികൾ ചെലവഴിച്ച് ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മുടെ കേരളക്കരയിലുള്ള മുഅ്മിനീങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആസാമിലും ബംഗാളിലുമൊക്കെ അതുപോലെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഈ സംവിധാനം സുഖകരമായ രൂപത്തിൽ അവിടെ നടത്തിക്കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നത്. ഇതേപോലെ ദീനിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കാൻ കഴിവുള്ള തയ്യാറുള്ള ആളുകൾ, അത്തരം ആളുകളിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കണം. ഈ ഇരിക്കുന്ന ഇതിന്റെ ഭാരവാഹികൾ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവിടുമ്പോൾ അതിനു വേണ്ടി അത് ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന നിലയിൽ അവർ മാറി നിൽക്കാതെ അതിന് കാശ് പരമാവധി ആവും വിധം ഉണ്ടാക്കിയെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറായു എങ്കിൽ നിങ്ങളുടെയും കൂടെ സഹായങ്ങളും നിങ്ങളുടെയും കൂടെ മനസ്സും ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ഉണ്ട്. അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദീനിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ മക്കളുടെ പഠനം, ഈ പഠനത്തിന്റെ കാലത്ത് അവർക്ക് ഒരുപക്ഷെ മടി ഉണ്ടായെന്ന് വരും, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായെന്ന് വരും. അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സഹായങ്ങൾ, ഒത്താശകളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇവർ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളേക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും, പറയേണ്ടതില്ല. കാരണം അവർ പഠിക്കുന്നത് ആ മഹാനായ നബി തങ്ങളുടെ വചനങ്ങൾ, അള്ളാഹുവിന്റെ കലാമുകൾ. അത് കൽബിന്റെ ഉള്ളിൽ കയറിയാൽ ഒരുപക്ഷെ ഈ പഠനകാലത്ത് എന്തെങ്കിലുമൊക്കെ ചാപ്പല്യങ്ങൾ അവരിൽ ഒരുപക്ഷെ നമുക്ക് കാണേണ്ടി വന്നാലും അത് മുത്തഅല്ലിമിന്റെ താ ഉള്ളയിടത്തോളം കാലം ചില അപമര്യാദകളൊക്കെ ഉണ്ടായെന്ന് വരും. അതിൽ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഈ മുത്തഅല്ലിമീങ്ങളൊക്കെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ചില രക്ഷിതാക്കളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഈ 10 വർഷം പഠിച്ചതിന്റെ 8 വർഷം പഠിച്ചതിന്റെ 5 വർഷം പഠിച്ചതിന്റെ ക്വാളിറ്റി ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ അവർ പഠിച്ചത് വിശുദ്ധമായ ഖുർആനാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഹദീസുൽ കരീമ. അതിനാൽ അവരുടെ ഇൽമ് ഇൻഷാ അല്ലാഹ്, അവരുടെ മനോമുഖരങ്ങളിലുള്ള ഇൽമ് അത് അവരെ നന്നാക്കിയെടുക്കുമെന്ന് പറയേണ്ടതില്ല. അവർ ഈ ഉമ്മത്തിന് ഉപകാരം ചെയ്യും, അവർ രക്ഷിതാക്കൾക്ക് ഉപകാരം ചെയ്യും, അവർ എന്തെന്നില്ലാതെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്നവരായി മാറും തീർച്ച. കാരണം ഇതിന്റെ സ്ഥാപിത നേതാക്കന്മാർ കറകളഞ്ഞ ഇഖ്ലാസിന്റെ ഉടമകളായിരുന്നു. അവർ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുയർത്തിയതാം. അവർക്ക് ഭൗതിക കാര്യലാഭം ഉണ്ടായിരുന്നില്ല, ആളാകണം എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല, പേരെടുക്കണം എന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ദീൻ നിലനിൽക്കണം എന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ നിങ്ങൾ കട്ടപ്പേടേണ്ടി വന്നാലും അതെല്ലാം സഹിച്ചും പുറത്തും മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരു ഹുദവി, ആ ഹുദവി ദാറുൽഹുദയിൽ നിന്നും 12 വർഷം പഠിച്ച് ഹുദവി ബിരുദമെടുത്ത് അതിന്റെ പുറമെ PGയും അതിലപ്പുറം PhDയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ PhD നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ നാട്ടിലെ പൗരാവലി അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. എന്റെ രക്ഷിതാക്കളോടെ ഞാൻ സൂചിപ്പിക്കുന്നത്, പൗരാവലിയുടെ സ്വീകരണം SKSSFന്റേതല്ല, മഹല്ല് കമ്മിറ്റിയുടേതല്ല. പൗരാവലിയുടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ അതിൽ മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പങ്കാളിത്തമുണ്ട്, SKSSFന്റേതുണ്ട്, സമസ്തയുടേതുണ്ട്, അതേപോലെ പുറമേയുള്ള മറ്റാളുകളുടേതുമുണ്ട്. ജാതിയും മതവും ഇല്ലാത്ത മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും ഒത്തൊരുമയോട് കൂടെ നിരവധി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഡോക്ടറേറ്റ് ലഭിച്ച ഒരു ഹുദവിക്കുള്ള സ്വീകരണം. കാരണം ഒരു 6 മൂലയിലുള്ള നാടാണ്, ആ നാട്ടിൽ ഇതുപോലൊന്നും ഡോക്ടറേറ്റ് നേടിയ ആളുകളില്ല. ആദ്യമായി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി അത് തന്നെ ദാറുൽഹുദയിൽ നിന്നും ഹുദവി ബിരുദം എടുത്തതിന്റെ ശേഷം അവൻ ഡോക്ടറേറ്റ് നേടിയപ്പോൾ അത് ജനങ്ങൾക്ക് വലിയ താല്പര്യവും കൗതുകമാവുകയും അവർ വലിയൊരു സ്വീകരണം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഒരു വെള്ളിയാഴ്ച മഗ്‌രിബിന്റെ
മകരിബിന്റെ ശേഷമായിരുന്നു പരിപാടി. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം കഴിഞ്ഞ് ഈ ഹുദവിയും തൻ്റെ വീട്ടിലുള്ള ഉമ്മയും മറ്റുള്ളവരും വീട്ടിൽ തന്നെ അദ്ദേഹം രാത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ളതാണ്. അങ്ങനെ രാത്രി പകലിൽ ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം തൻ്റെ റൂമിൽ കിടക്കുന്ന നേരത്ത് വീട്ടിലേക്ക് അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ വന്ന് വീട്ടിന്റെ വെളിയിൽ വെച്ച് അഥവാ മുറ്റത്ത് വെച്ച് തൻ്റെ ഉമ്മയോട് ആ അയൽപ്പക്കത്തുള്ള സ്ത്രീ ഈ കുട്ടിക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇന്ന് രാത്രി വലിയ ഒരു സ്വീകരണ പരിപാടിയാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അയൽപ്പക്കത്തുള്ള സ്ത്രീ ഇവന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതിയാണ്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഈ വെള്ള വസ്ത്രവും ധരിച്ച് തലയിൽ തൊപ്പിയിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരു മകനെ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. ആ മകനോ ഈ നാട്ടിന്റെ വലിയൊരു ആദരമാണ് നൽകപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞു ഈ ഉമ്മയോട് ആ ഭാഗ്യത്തെക്കുറിച്ച് അയൽപ്പക്കത്തുള്ള സ്ത്രീ വിവരിച്ചപ്പോ ഈ ഉമ്മ മോൻ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന ഉമ്മ മുറ്റത്തുള്ള ഉമ്മ മനസ്സിലാക്കിയത് ഉദവിയായ മകൻ കിടന്നിട്ടേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. ഈ ഉമ്മ അയൽപക്കത്ത് നിന്ന് വന്ന സ്ത്രീ ഇങ്ങനെ ഈ അനുമോദനങ്ങളുടെ വാക്കുകൾ പറഞ്ഞപ്പോ സന്തോഷം പ്രകടിപ്പിച്ചപ്പോ സന്തോഷത്തിൽ പങ്കാളിയായപ്പോ ഉമ്മ ആ അയൽപക്കത്ത് സ്ത്രീയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതാണ് നിങ്ങൾക്കൊരു ഗുണപാഠമെന്നോണം ഞാൻ സൂചിപ്പിക്കുന്നത്. പൊന്നു നഫീസ, എന്റെ മകൻ ഇതുപോലെയൊക്കെ ആയി തീർന്നു, ഇതേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആയി തീരാൻ ഈ ഉള്ളവൾ എത്രയാണ് കണ്ണീര് കുടിച്ചത് എന്ന് നിനക്കറിയുമോ? എന്റെ മോൻ പഠിക്കുന്ന സ്ഥാപനം ദാറുൽ ഹുദയാണ്, ചമ്മാടാണ്. ഇവിടെ നിന്ന് ഇത്രയധികം കിലോമീറ്റർ ആണ് ഉള്ളത്. ഓരോ മാസത്തിൽ മാത്രമേ ലീവുള്ളൂ. ലീവ് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ 8:30 മുമ്പ് സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തണം എന്ന അന്നത്തെ നിയമം. വ്യാഴാഴ്ച വൈകുന്നേരം 3:20 ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമേ വീട്ടിലേക്ക് രക്ഷിതാവിനെ കൊണ്ടുപോകാൻ അവസരമുണ്ടായിരുന്നുള്ളൂ. ഇവിടെയുള്ള പഴയ ഹുദവി ഉസ്താദുമാരുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. ഇവിടത്തെ ഇല്യാസ് ഉസ്താദിനെ പോലുള്ള പഴയകാല ഉസ്താദന്മാരോട് ചോദിച്ചാൽ അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിരുന്നവരാണ്. അന്നത്തേക്കാളാറ് ഒരുപാട് സൗകര്യങ്ങൾ ഈ കാലത്ത് കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മഗ്‌രിബിന്റെ ശേഷം ഇശാന്റെ ശേഷമൊക്കെയാണ് ഉപ്പ കൊണ്ടുപോയി ഉപ്പ സ്ഥാപനത്തിൽ പോയി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. വ്യാഴാഴ്ച രാത്രി കുട്ടി വന്നാൽ കുട്ടിയുടെ സന്തോഷം പറയണ്ട. കുട്ടികളോടൊക്കെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടൊക്കെ വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷം പങ്കിടുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുക. വെള്ളിയാഴ്ചയും കുട്ടിക്ക് വലിയ സന്തോഷമാണ്. ശനിയാഴ്ച വൈകുന്നേരമായാൽ സന്തോഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം പിറ്റേന്ന് രാവിലെ സുബീന്റെ മുമ്പായി എഴുന്നേറ്റ് സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമല്ലോ എന്ന ചിന്തയാണ്. അങ്ങനെ വൈകുന്നേരമായാൽ ശനിയാഴ്ച മഗ്‌രിബായാൽ പിന്നെ കുട്ടിക്ക് സംസാരമില്ല. അവൻ ശാന്തനായി കഴിഞ്ഞു കൂടുകയാണ്. മാത്രവുമല്ല പിറ്റേന്ന് ഞായറാഴ്ച തൊട്ടു സമീപത്തുള്ള വീട്ടിൽ ഒരു പക്ഷേ കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകും. അത്തരം കല്യാണങ്ങൾക്കൊന്നും ലീവ് നൽകപ്പെടുകയില്ല എന്ന അവിടുത്തെ നിയമം. ആ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ എൻ്റെ കുട്ടിക്ക് അവസരമില്ലാതെ തിരിച്ചു കൊണ്ടുപോയി ആക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രാത്രി അവൻ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുകയാണ്. പിറ്റേന്ന് സുബീന്റെ മുമ്പേ മോനെ വിളിച്ചുണർത്തണം. ആ വിളിച്ചുണർത്തുന്ന സമയത്ത് എത്ര വിളിച്ചുണർത്തിയാലും അവൻ എഴുന്നേൽക്കുന്നില്ല. കാരണം എന്താ? പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് അവൻ ഭക്ഷണം കഴിച്ച് വേഗം ഉപ്പയുടെ കയ്യിൽ ഈ ബൈക്കിന്മേൽ പറഞ്ഞേക്കണം. അങ്ങനെ ഇത്രയും അധികം ദൂരം ബൈക്കിന്മേൽ പോയി അവിടെ ബൈക്ക് വെച്ച് പിന്നീട് ബസ്സിൽ യാത്ര ചെയ്ത് 8:30 മണിക്ക് മുമ്പായിട്ട് സ്ഥാപനത്തിലേക്ക് എത്താനാ. അങ്ങനെ വല്ലാതെ അവൻ വിളിക്കുമ്പോൾ അവൻ കണ്ണീരൊലിപ്പിച്ച് എൻ്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടി പറയും, ഉമ്മ ഇന്ന് 12 മണിക്ക് കല്യാണത്തിന് നിങ്ങൾക്ക് ബിരിയാണി വെച്ചാൻ പോകുകയല്ലേ? എന്നെ അതൊന്നും തിന്നാനുള്ള അവസരം നൽകാതെ നിങ്ങൾ എന്നെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പക്ഷേ ഞാൻ മോനോട് പറയും, ആ രക്ഷിതാക്കളുടെ യോഗത്തിൽ ഉസ്താദുമാര് ക്ലാസ് 3-4 എണ്ണം നഷ്ടപ്പെടും. അതിനാൽ ഇത്തരം അകന്ന ബന്ധങ്ങളിലോ അല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരം കല്യാണങ്ങളിലോ ഒന്ന് നിർത്തി കുട്ടികളുടെ പഠനം മുടക്കരുത് എന്ന് പറയുന്നതിനെ കേട്ടിട്ടില്ല മോനെ എന്ന് പറഞ്ഞ് വീണ്ടും അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോ അവൻ കരയുന്ന കണ്ണുനീരായി എനിക്ക് കാണേണ്ടി വരാറ്. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഉപ്പ പറയാറുണ്ട്, എന്നാൽ അവിടെ കിടന്നോട്ടെ, അവനെ ഉച്ചക്ക് ശേഷം ഞാൻ കൊണ്ടുപോയി ആക്കാമെന്ന്. പക്ഷെ ഞാൻ വിടാറില്ല, ഞാൻ അതിന് സമ്മതിക്കാറില്ല. ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ അവന്റെ മുന്നിൽ പെരുമാറിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് അവന്റെ വസ്ത്രം ധരിപ്പിച്ച് അവന് ചായ ഉണ്ടാക്കി കൊടുത്ത്
ഉപ്പയുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തേൽപ്പിച്ച് ആ ഉപ്പയുടെ ബൈക്കിൽ കയറി അവൻ സലാം പറഞ്ഞു പോയാൽ പിന്നീട് കണ്ണുനീര് എനിക്കായിരുന്നു. പിന്നീട് ഞാനാണ് കണ്ണുനീര് ഒലിപ്പിച്ചിരിക്കാറ്. അവന്റെ മുന്നിൽ ഞാൻ കണ്ണുനീര് പ്രകടിപ്പിക്കുമായിരുന്നില്ല, എൻ്റെ ദുഃഖം ഞാൻ കാണിക്കുമായിരുന്നില്ല. ഞാൻ കല്യാണത്തിന് പോയാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഞാനൊന്ന് പോയി പോരുമെന്നല്ലാതെ എൻ്റെ മോനില്ലാത്ത ഭക്ഷണം എന്തിന് ഇരിക്കുന്ന നിലയിൽ ഞാൻ ആ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോരുന്നവളായിരുന്നു. ഇങ്ങനെയൊക്കെ സാഹസപ്പെട്ട് ഞാൻ പറഞ്ഞയച്ച് അങ്ങനെ പഠനം പൂർത്തീകരിച്ച് ഉണ്ടാക്കിയെടുത്ത ബിരുദമാണ് ഹുദവി. അതിലൂടെയാണ് ഈ ഉന്നതങ്ങളിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധിച്ചത് എങ്കിൽ എൻ്റെ ഒരുപാട് കണ്ണീരിൻ്റെ ഫലമാണ് എന്ന് പറയാൻ ആ ഉമ്മ കഴിഞ്ഞു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളുടെ പഠനകാലം നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറാൻ തയ്യാറാകണം. എന്നാൽ ഇൻഷാ അല്ലാഹ് അവർ പഠിക്കട്ടെ, അവർ ഉയരട്ടെ, അവർ വളരട്ടെ. ആ രൂപത്തിൽ ഒരു സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേർന്നാൽ ഇൻഷാ അല്ലാഹ് അവർ നിങ്ങൾ ആരാണ് എന്ന് പഠിച്ചവരാണ്. 6 അടി മണ്ണിലേക്ക് നാം എത്തിയാൽ നമുക്ക് ദുആർക്കാനുള്ള മക്കളാ. മൽ മയ്യിതു ഫീ ഖബരിഹി ഇല്ലാ കൽ ഗരീഖൽ മുതഗവ്വിതി യന്തളിറു ദഅവത ഇബ്നിഹി ഔ ബിൻതിഹി ഔ അബീഹി ഔ ഉമ്മിഹി ഔ അഖീഹി ഔ ഉഖ്തിഹി ഔ സ്വദീഖിഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാ. മഹാനായ നബി തങ്ങൾ പറഞ്ഞതാ. എൻ്റെ പൊന്നുമ്മമാർ, എൻ്റെ രക്ഷിതാക്കൾ പ്രത്യേകമായി മനസ്സിലാക്കണം. ഖബറിൽ കിടക്കുന്ന മയ്യിത്തിന്റെ അവസ്ഥ നിലയില്ലാത്ത വെള്ളത്തിൽ വീണ നീന്തലറിയാത്ത മനുഷ്യരെ പോലെയാണ്. ഏത് പടാപൊട്ടനും മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്യവും വ്യക്തവുമായ ഒരു ഉദാഹരണമാണ്. നീന്തലറിയാത്ത മനുഷ്യൻ വെള്ളത്തിൽ വീണാൽ പെടാപ്പാട് പെടുന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൻ കാല് താഴോട്ട് നീട്ടി നോക്കുന്നുണ്ട്, പക്ഷേ മണ്ണിലേക്ക് കാലെത്തുന്നില്ല. അവൻ ആഴിയുള്ള വെള്ളത്തിലാണുള്ളത്, ആഴമേറിയ വെള്ളത്തിലാണുള്ളത്. അതേപോലെ അവൻ കര കാണുന്നുണ്ട്, അങ്ങോട്ട് നീന്തി രക്ഷപ്പെടാൻ നീന്തലറിഞ്ഞുകൂടാ. വെള്ളം കുടിച്ച് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന നേരം ഞാൻ വീണ് കിടക്കുന്ന കുളത്തിന്റെ കിണറ്റിന്റെ അരികിലൂടെ, ഈ പഴയുടെ പാടത്തെ വെള്ളത്തിന്റെ അരികിലൂടെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, അവൻ വല്ല വള്ളിയും എനിക്ക് നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോടെ അവൻ മരണത്തെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് കാത്തിരിക്കുന്ന നേരം, അതേപോലെയാണ് ഒരു ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ. തന്റെ മകനെന്ന് ദുആർന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മകളെന്ന് ദുആർന്നിരുന്നുവെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരാരെങ്കിലും എനിക്ക് വേണ്ടി എന്ന് ദുആർന്നിരുന്നുവെങ്കിൽ എന്ന് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഏതുപോലെ നിലയില്ലാത്ത വെള്ളത്തിൽ വീണ നീന്തലറിയാത്ത മനുഷ്യൻ പിടിവള്ളിക്ക് ആഗ്രഹിക്കുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാ. ആ സമയത്താണ് ഒരാൾ അവിചാരിതമായി കടന്നുവന്ന് ആ വെള്ളം കുടിച്ച് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നീട്ടിക്കൊടുക്കുന്നതെങ്കിൽ, അത് പിടിച്ചവൻ കരയിലേക്ക് രക്ഷപ്പെടുന്നതെങ്കിൽ, ആ മനുഷ്യന്റെ രക്ഷപ്പെടലിലൂടെ സന്തോഷം എത്രമാത്രമാണോ, ഇതേപോലെയാണ് മക്കളുടെ പ്രാർത്ഥന ഖബറിലേക്ക് എത്തുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സമാധാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, അങ്ങനെ ഒരു മകൻ ഉമ്മ നിനക്ക് വേണ്ടേ? അങ്ങനെ ഒരു മകൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് വേണ്ടേ? ആ മോനാണ് ഈ ഇരിക്കുന്ന മക്കൾ എന്ന് നിങ്ങൾ ഓർക്കണം. ഈ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ പാരത്രിക മോക്ഷത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി സേവനം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 അല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകും. അതിൽപ്പെട്ട 3-ാമത്തേത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നല്ല നടപ്പുള്ള മക്കളാ. നല്ല നടപ്പ്, നിസ്കാരവും സക്കാത്തും മാത്രമുണ്ടായാൽ പോരാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്താലല്ലാതെ പിന്നീട് ആ മയ്യിത്തിന്റെ പേരിൽ മറ്റുള്ളവർ ചെയ്താലൊന്നും ഉപകരിക്കില്ല എന്ന വികല ചിന്തയോട് കൂടെ കഴിഞ്ഞുകൂടുന്ന മക്കൾ ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. ഒരുപക്ഷെ അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കാം, അവന്റെ വിശ്വാസപ്രകാരമുള്ള ദീനിന്റെ ആചാരങ്ങൾ അവൻ ചെയ്യുന്നവരായിരിക്കാം. മരിച്ചു കിടക്കുന്ന എൻ്റെ ഖബറിൽ കിടക്കുന്ന ഉമ്മ, എൻ്റെ ഉപ്പ, ആ ഉപ്പയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടെ ആ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വിശ്വാസവും ആ ദുആ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കള്, ആ മക്കൾ ഖബറിലേക്ക് ഉപകരിക്കുന്നവരാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, അങ്ങനെയുള്ള മക്കളിൽ എൻ്റെ മോനം ഉൾപ്പെടണമെന്ന് നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഈ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ നിലനിർത്തി പഠിപ്പിച്ച് ഇവിടുത്തെ 10 വർഷത്തിന്റെ പഠനം കഴിഞ്ഞ് ഇതേപോലെ ഇവിടുന്ന് കോട്ടും സനതുമൊക്കെ വാങ്ങി അതിന്റെ പുറമെ ദാറുൽ ഹുദ എന്ന കേന്ദ്ര സ്ഥാപനങ്ങളിൽ ചെന്ന് PG ബിരുദവും കഴിഞ്ഞ് അവർ ഹുദവി ബിരുദമെടുത്ത് പുറത്തിറങ്ങി ദീനിന്റെ ഒരു ഖാദിമായി വരാൻ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹായങ്ങളും
ക്ഷമയും വേണമെന്ന് മാത്രം അവസാനമായി ഓർമ്മപ്പെടുത്തി ഈ പഠന സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി അക്ഷീണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ 1000 വട്ടം അനുമോദിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.